തല ഉയർത്തി തിരികെ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ അതിജീവിതയെ പിന്തുണച്ച സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത തിരികെ ജോലിയിൽ പ്രവേശിച്ചു. ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് നിയമനം. തിരികെ ജോലിയിൽ പ്രവേശിക്കാനായതിൽ സന്തോഷമെന്നും കോടതിയലക്ഷ്യ ഹർജിയുമായി മുന്നോട്ടു പോകുമെന്നും PB അനിത പറഞ്ഞു. ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുണ്ടായിട്ടും തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ PB അനിതയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത് 6 ദിവസം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് മുൻപാകെ എത്തി PB അനിത ജോലിയിൽ പ്രവേശിച്ചു. സർക്കാരിന്റെ നിയമന ഉത്തരവ് വൈകിയതിലുള്ള അതൃപ്തി PB അനിത മറച്ചുവെച്ചില്ല. തന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ കോടതിയിൽ തെളിയിക്കട്ടെ. ഭരണാനുകൂല സംഘടനകളിൽ നിന്ന് പ്രതികാര നടപടി ഉണ്ടാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതായും PB അനിത പ്രതികരിച്ചു. സർക്കാരിൽ നിന്ന് എനിക്ക് നീതി കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ ഹൈക്കോടതി ഉത്തരവിട്ടതാണല്ലോ. ഹൈക്കോടതിയുടെ വിധി എന്തായാലും പൂർണ്ണമായും സർക്കാരും അതിനോട് അനുകൂലിച്ചു എന്നുള്ളതാണ് ഇന്നലെ എനിക്ക് വന്ന ഓർഡറിൽ നിന്ന് എനിക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. റിവ്യൂ പോയാലും എനിക്ക് നീതി കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അനിതയ്ക്കെതിരെ സർക്കാർ അപ്പീൽ പോകുന്നതിനെ അതിജീവിത വിമർശിച്ചു. കോടതിയുടെ പ്രസ്താവന അംഗീകരിക്കാതെ സർക്കാർ ഒന്നുകൂടി അത് പുനഃപരിശോധിക്കാൻ കൊടുക്കുമ്പോൾ അതിൽ നമുക്കൊരു വിഷമമുള്ള കാര്യമാണല്ലോ. അപ്പം എനിക്കൊപ്പം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണത്. PB അനിതയെ നിയമിക്കണമെന്ന ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ പുനഃപരിശോധനാ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. നിയമനം വൈകുന്നതിനെതിരെ അനിത നൽകിയ കോടതിയലക്ഷ്യ ഹർജിയും കോടതിയുടെ പരിഗണനയിലുണ്ട്. ICU പീഡന കേസിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയതിനായിരുന്നു PB അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി നേടിയെടുത്തിട്ടും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കാതിരുന്നതോടെയാണ് PB അനിത പ്രത്യക്ഷ സമരത്തിനിറങ്ങിയത്. 24 കോഴിക്കോട്.